ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു. ഗാസയിൽ ഹമാസിനെതിരെ ബുൾഡോസർ പ്രയോഗവുമായി ഇസ്രായേൽ. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ ഹമാസ് ക്യാമ്പും ആശുപത്രിയും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് 90 ഹമാസ് ഭീകരന്മാരെ ഇസ്രായേൽ ജീവനോടെ പിടികൂടി. യുദ്ധ അപ്ഡേറ്റുകളിലേക്ക്. ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ അവിടെ തകർന്നടിഞ്ഞു കിടക്കുന്ന ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അൽ-ഷിഫ ആശുപത്രിയിൽ UN പരിശോധന നടത്തി. തകർന്നു കിടക്കുന്നു എല്ലാം, രക്തം വാർന്നൊഴുകുന്ന ഇടം എന്നാണ് അൽ-ഷിഫ ആശുപത്രിയെ UN ആരോഗ്യ വകുപ്പ് അധികൃതർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഗാസയിലെ മറ്റൊരു ആശുപത്രിയായ കമാൽ അൽദാൻ ആശുപത്രി ഇസ്രായേൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. അത് കഴിഞ്ഞ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് ബുൾഡോസർ പ്രയോഗം നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഫ്രാൻസിന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 200 ഹമാസ് കേന്ദ്രങ്ങൾ കൂടി ഗാസയിൽ തകർത്തതായിട്ട് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നു. അനേകം തോക്കുധാരികളെ ഗാസയിൽ ബോംബാക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിൽ നിരവധി തോക്കുധാരികളെ, ആയുധധാരികളെ കൂട്ടക്കൊല ചെയ്തു എന്നും ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു. അൽ-ഷിഫ ആശുപത്രിയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇത്. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായിരുന്നു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ ആശുപത്രിയാണ്. ഇതിന്റെ അത്യാഹിത വിഭാഗത്തിൽ ആഗോള ആരോഗ്യ സംഘടനയുടെ വലിയൊരു പരിശോധന നടത്തി. രക്തമൊഴുകുന്ന ഇടം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള പുനരുജ്ജീവനം ഈ അൽ-ഷിഫ ആശുപത്രിയിൽ ആവശ്യമാണ് എന്ന് UN ചൂണ്ടിക്കാട്ടുകയാണ്. ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ തകർന്ന അൽ-ഷിഫ ആശുപത്രിയിലെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. രക്തമൊഴുകുന്ന ഇടം. ഇവിടെ 10,000-കണക്കിന് ആളുകൾ ആശുപത്രിയിലും ഇവിടെ വരാന്തകളിലും പരിസരത്തും ഗ്രൗണ്ടുകളിലുമായിട്ട് തമ്പടിച്ചിരിക്കുകയാണ്. ജീവൻ രക്ഷാർത്ഥമാണ് ഇവർ ആശുപത്രിയുടെ ഗ്രൗണ്ടിലും മറ്റും അഭയം തേടിയിരിക്കുന്നത്. ഗ്രൗണ്ടിലും പരിസരത്തുമെല്ലാം ടെന്റുകളടിച്ച് പ്ലാസ്റ്റിക് കൂടാരങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്നു. 100 കണക്കിന് രോഗികളാണ് ഓരോ മണിക്കൂറിലും എത്തുന്നത്. അവരെ ചികിത്സിക്കുവാനുള്ള സംവിധാനമില്ല. ഓരോ മിനിറ്റിലും പുതിയവർ വന്നുകൊണ്ടിരിക്കുന്നു. ട്രോമ പരിക്കുള്ള രോഗികൾ തറയിൽ തന്നെ കിടക്കുകയാണ്. അവരുടെ മുറിവുകൾ തുന്നിക്കൂട്ടുവാനുള്ള സംവിധാനമില്ല. വേദന കൈകാര്യം ചെയ്യാനുള്ള മരുന്നുകളില്ല, സംവിധാനമില്ല. ഓപ്പറേഷൻ ആവശ്യമുള്ളവർക്ക് അതിനും ഉള്ള സംവിധാനം അൽ-ഷിഫ ആശുപത്രിയിലില്ല. പരിപൂർണമായിട്ട് തകർന്നു കിടക്കുകയാണ്. രോഗികളെ നോക്കി UN ആരോഗ്യ സംഘടന പറയുന്നു രക്തമൊഴുകുന്ന ഇടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗാസയിലെ ഭാഗികമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ 11 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 11 ആശുപത്രികളെ ഇതേ രീതിയിൽ നിലനിർത്തണം എന്ന് UN അറിയിപ്പിൽ പറയുകയാണ്. ഓക്സിജനും അതുപോലെ ഓക്സിജൻ വിതരണത്തിലും ഉള്ള വലിയ അഭാവം മൂലം തിയേറ്ററുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ഓപ്പറേഷൻ ചെയ്യുവാനുള്ള സംവിധാനമില്ല. ഒരിക്കൽ ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും റഫറൽ ആശുപത്രിയുമായിരുന്നു അൽ-ഷിഫ ആശുപത്രി. ഇപ്പോൾ ഇവിടെ വിരലിലെണ്ണാവുന്ന ഡോക്ടർമാരേ ഉള്ളൂ. 1000-ലധികം ജീവനക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് വിരലിലെണ്ണാവുന്ന ജീവനക്കാരും വെറും 70 സന്നദ്ധ പ്രവർത്തകരും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റും വെള്ളവും രോഗികൾക്ക് കൊടുക്കുക, മരുന്നും സംവിധാനങ്ങളും കൊടുക്കുവാനില്ല. അതുപോലെ തന്നെ സുരക്ഷിതമായ ഒരിടം എന്ന നിലയിൽ അവിടെ ബോംബ് വീഴുകയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ 10,000-കണക്കിന് പേർ ആശുപത്രിയുടെ വരാന്തയിലും തകർന്ന കിടക്കുന്ന മുറ്റത്തും ഒക്കെ ടെന്റ് വിരിച്ചു കെട്ടി കിടക്കുകയാണ്. ഇതാണ് UN അവിടെ നിന്ന് നൽകുന്ന റിപ്പോർട്ട്. അതുപോലെ വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുവാൻ സംവിധാനമില്ല. വൃക്ക രോഗികൾ മരിക്കുന്നു. ഒരു ദിവസം ഗാസയിൽ 30 രോഗികൾക്ക് മാത്രമാണ് ഡയാലിസിസ് സൗകര്യം നിലവിലുള്ളത്. അൽ-ഷിഫ ആശുപത്രി വരും ആഴ്ചകളിൽ ശക്തിപ്പെടുത്തണം എന്ന് ലോകാരോഗ്യ സംഘടന അറിയിക്കുകയാണ്. ഇന്ധനം, ഓക്സിജൻ, മരുന്ന്, വെള്ളം എന്നിവയെല്ലാം ഇവിടെ എത്തിക്കണം. 20 ഓപ്പറേഷൻ തിയേറ്ററുകളും ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ആശുപത്രിയിൽ 20 ഓപ്പറേഷൻ തിയേറ്ററുകളാണുള്ളത്. അപ്പോൾ തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പലസ്തീൻ ഹമാസ് ഗ്രൂപ്പ് ആശുപത്രികൾക്ക് താഴെ കമാൻഡ് സെന്റർ നടത്തുന്നതായിട്ട് വലിയ ആരോപണം വന്നതോടെ ഇസ്രായേൽ ഇവിടെ റെയ്ഡ് നടത്തുകയായിരുന്നു. അതിനുശേഷം ആശുപത്രിയുടെ അണ്ടർഗ്രൗണ്ടിൽ വലിയ തോതിലുള്ള സായുധ വിന്യാസവും ആയുധവും കണ്ടെത്തിയിരുന്നു. അതുപോലെ ആശുപത്രിയുടെ സ്കാനിംഗ് സെന്ററിലും സ്കാനിംഗ് മെഷീന്റെ ഉള്ളിലും വരെ മെഷീൻ ഗണ്ണുകളും ആയുധങ്ങളുടെ വലിയ ബോക്സുകളും സ്ഫോടക വസ്തുക്കളും എല്ലാം ഇസ്രായേൽ സൈന്യം ഇതേ ആശുപത്രിയിൽ നിന്നാണ് പിടിച്ചെടുത്തത്.
പിടിച്ചെടുത്തത്. ഇതോടെയാണ് അൽഷിഫ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നത്. ഹമാസ് യുദ്ധ താവളവും ക്യാമ്പുമാക്കി മാറ്റുകയായിരുന്നു, രോഗികളെ പരിചയാക്കി ഉപയോഗിക്കുകയായിരുന്നു. ഇതിന്റെ തത്സമയ വീഡിയോ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഗാസയിലും ബുൾഡോസർ കയ്യിലെടുത്ത് ഇസ്രായേൽ സൈന്യം. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി ഇതാദ്യമായിട്ടാണ് ആക്രമിക്കുന്നത്. ആശുപത്രിയുടെ മുറ്റത്ത് ബുൾഡോസർ ഉപയോഗിച്ച് രോഗികളെയും അവിടെ താമസിക്കുന്ന ടെന്റുകൾ അടിച്ച് താമസിക്കുന്ന പലസ്തീനികളെയും എല്ലാം ഇസ്രായേൽ സൈന്യം ഓടിക്കുകയായിരുന്നു. ടെന്റുകളെല്ലാം ബുൾഡോസറിന് തകർത്തു. ആശുപത്രിയുടെ പല ഭാഗങ്ങളും ബുൾഡോസറിന് ഇടിച്ചു നിരത്തി. ഈ ആശുപത്രിയിൽ റെയ്ഡ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ആക്രമണം നടത്തിയത്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളാണ് ഇതിന്റെ എല്ലാം കാരണം. ആ ആക്രമണത്തിൽ 1300ഓളം ഇസ്രായേലികൾ മരിക്കുകയും 230 പേരെ ഹമാസുകാർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഗാസയിൽ ഇത്തരം രീതിയിലുള്ള ആക്രമണം ഉപയോഗിച്ചത്. ബുൾഡോസർ ഉപയോഗിച്ച് ആളുകളെ ഈ ആശുപത്രിയിൽ, കമാൽ അദ്വാൻ ആശുപത്രിയിൽ കുഴിച്ചുമൂടി എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ആർക്കാണ് ചെയ്യാൻ കഴിയുക? ലോകത്തെ ഇത്തരം ഭീകരമായ കുറ്റകൃത്യം ആണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇവരെ ഹാജരാക്കി വിചാരണ നടത്തി ശിക്ഷിക്കണം എന്നുവരെ ജേർണലിസ്റ്റുകൾ ആവശ്യപ്പെടുകയാണ്. കമാൽ അദ്വാൻ ആശുപത്രിക്ക് മുന്നിലെ അവശിഷ്ടങ്ങൾക്കടിയിൽ ആളുകൾ ചതഞ്ഞരഞ്ഞതായി ചിത്രങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയ ദൃശ്യങ്ങൾ ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആളുകളെ കൂടാരങ്ങൾ തകർത്ത് കുഴിച്ചുമൂടി. ബുൾഡോസർ ആശുപത്രിയിലെ വലിയൊരു ഭാഗം നശിപ്പിച്ചു. ആശുപത്രിയുടെ മുറ്റത്ത് ആളുകളുടെ കൂടാരങ്ങളും ആളുകളുടെ അവശിഷ്ടങ്ങളും കുന്നുകൂടി കിടക്കുകയാണ്. ഇതെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം കുഴിച്ചു മൂടുകയാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അൽ ജസീറയുടെ പ്രസ്താവനയിൽ പറയുന്നു. യുദ്ധ കുറ്റകൃത്യങ്ങൾ അവഗണിക്കരുത് എന്നും ശക്തമായ നടപടി വേണം എന്നും അന്താരാഷ്ട്ര സമൂഹത്തോട് പലസ്തീൻ ആരോഗ്യമന്ത്രി അൽ ഖൈല ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആശുപത്രിയുടെ തെക്ക് ഭാഗം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു കളഞ്ഞതായും അവർ പറയുന്നു. കൂടാതെ 24 ശിശുക്കൾ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ആശുപത്രിയുടെ ഇൻക്യുബേറ്ററിൽ കഴിയുന്നുണ്ട് എന്നും എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്നും പറയുന്നു. ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും 90-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തു. ആശുപത്രിയിൽ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും കണ്ടെത്തിയതായി സൈന്യം അറിയിച്ചു. ആശുപത്രിയുടെ അടിയിൽ അതുപോലെ ടണൽ വാൽവുകൾ ഷാഫ്റ്റുകൾ കണ്ടെത്തിയതായിട്ടും സൈന്യം അറിയിച്ചിരിക്കുകയാണ്. റെയ്ഡ് നടത്തി ചോദ്യം ചെയ്ത് 90-ലധികം പേരെ ഹമാസിൻ പ്രവർത്തകർ എന്നാരോപിച്ച് ഇസ്രായേൽ കണ്ണും കൈയും കെട്ടി ജട്ടിയിട്ട് ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ് എന്നും അവിടുന്ന് ദൃക്സാക്ഷികൾ തന്നെ ഇപ്പോൾ വിവരങ്ങൾ തരികയാണ്. ഈ ആശുപത്രിയിൽ ദൃക്സാക്ഷികൾ പറയുന്നത് പരിക്കേറ്റവർ തറയിൽ കിടക്കുകയാണ്, അവർക്ക് ഓപ്പറേഷൻ ആവശ്യമാണ്, പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ആശുപത്രിയിലെ ഡോക്ടർ വഫ ആൽബസ് അൽ ജസീറയോട് പങ്കുവെച്ച കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിലത്ത് കിടക്കുകയാണ് ഇപ്പോൾ രോഗികൾ. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കാൾ ഭീകരമാണ്, അതിനേക്കാൾ ഗുരുതരമാണ് ഗാസയിലെ ആരോഗ്യ അവസ്ഥ, ആശുപത്രികളുടെ അവസ്ഥ. യുദ്ധത്തിൽ മുറിവേൽക്കുന്നവരെയും പരിക്കേൽക്കുന്നവരെയും പോലും അവരുടെ വാർന്നൊഴുകുന്ന രക്തം നിലയ്ക്കുവാൻ പോലുള്ള സംവിധാനം ഇല്ല എന്നും ഡോക്ടർമാർ പറയുന്നു. യുദ്ധത്തിന്റെ അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ചർച്ചകൾക്ക് ഇടയിലും ഗാസയിൽ ഉടനീളം ഇസ്രായേൽ വ്യോമാക്രമണവും കരയുദ്ധവും തുടരുകയാണ്. വലിയ തോതിലുള്ള ആക്രമണമാണ്. ഇസ്രായേലിനറിയാം വരും ദിവസങ്ങളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ സമ്മർദ്ദം നേരിടുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിന് ഇനി വിരാമത്തിന് അധിക ദിവസം ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. അതിനു മുമ്പ് മാരകമായിട്ടുള്ള ആക്രമണം നടത്തുക, നാശനഷ്ടം ഉണ്ടാക്കുക, ഇതാണ് ഗാസയുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർക്കുക, ഇതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കം. മാരകമായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്. തെക്കൻ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ചുരുങ്ങിയത് ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥൻ, ഫ്രാൻസിന്റെ ഉദ്യോഗസ്ഥൻ ഇസ്രായേലിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 200-ലധികം ഹമാസിന്റെ സൈറ്റുകൾ നശിപ്പിച്ചതായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ പറയുകയാണ്. ഗാസ സിറ്റിയിലെ ഷജയ്യയിൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന നിരവധി അപ്പാർട്ട്മെന്റുകൾ ബോംബിട്ട് തകർത്തു. ഇവിടെ നിന്നെല്ലാം സ്ഫോടക വസ്തുക്കളും തോക്കുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും കണ്ടെത്തി. പ്രദേശത്ത്
പ്രദേശത്ത് 15 മീറ്റർ നീളമുള്ള തുരങ്കം കണ്ടെത്തി. ആ തുരങ്കവും വ്യോമാക്രമണത്തിൽ ബോംബിട്ട് നശിപ്പിച്ചു. തെക്കൻ ഗാസയിൽ നിരവധി ഹമാസ് പ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് നടത്തി. ഈ വീടുകൾ ആയുധ ഡിപ്പോകളായിരുന്നു. ഇവിടെ നിന്ന് ഹമാസിന്റെ ആയുധങ്ങൾ ഇസ്രായേലി സൈന്യം വാഹനങ്ങളിലും ലോറികളിലുമാണ് കയറ്റിക്കൊണ്ട് പോയത്. പ്രധാനമായും ഈ ഡിപ്പോ പ്രദേശത്തെ ഹമാസ് ആയുധപ്പുരയാക്കി ഉപയോഗിക്കുകയായിരുന്നു. ഇസ്രായേൽ കമാൻഡോ ബ്രിഗേഡ് ഖാൻ യൂനിസ് ഏരിയയിൽ ആയുധധാരികളായിട്ടുള്ള നിരവധി ഹമാസ് പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് കൊലപ്പെടുത്തി. അതേസമയം 646 നമ്പർ ബ്രിഗേഡ്, ഇസ്രായേലിന്റെ ബ്രിഗേഡ് UN സ്കൂളിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ റെയ്ഡ് നടത്തി. അവിടെ നിന്ന് റോക്കറ്റുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഹമാസിന്റെ യന്ത്രങ്ങൾ പിടിച്ചെടുത്തു. ഫാക്ടറിയായിരുന്നു, റോക്കറ്റ് നിർമ്മാണ ഫാക്ടറിയായിട്ട് ഈ UN ആശുപത്രി ഉപയോഗിക്കുകയായിരുന്നു. സ്കൂളിന്റെ പ്രദേശത്ത് 3 ടണൽ ഷാഫ്റ്റുകളും കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം പറയുന്നു. അതേസമയം വെസ്റ്റ് ബാങ്കിന്റെ സമീപമായ തുൽക്കറൈമിന് സമീപമുള്ള ഒരു കേന്ദ്രത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഡ്രോൺ ആക്രമണത്തിൽ അനേകം പലസ്തീനികളായിട്ടുള്ള തോക്കുധാരികളെ കൊലപ്പെടുത്തിയതായിട്ട് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള യുദ്ധം അത് പാടില്ല, വിനാശകരമായിട്ടുള്ള യുദ്ധം ഇനി മറ്റൊരു രാജ്യത്തേക്കും കൂടി പടരുന്നത് തടയും, അതിന് ഫ്രാൻസിന്റെ നിർണായകമായിട്ടുള്ള പങ്കുണ്ടാകും എന്ന് ഫ്രാൻസ് ഇസ്രായേലിനെ അറിയിച്ചിരിക്കുകയാണ്. ലെബനോനുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കണം. ഇത് സംബന്ധിച്ച ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഫ്രാൻസ് ചർച്ച നടത്തി. ലെബനോനിൽ ഒരു യുദ്ധം തടയും, ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇതാണ് ഇപ്പോൾ ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള സംഘത്തെ, ഭീകര സംഘത്തെ ലദാനിയ നദിയുടെ വടക്ക് ഭാഗത്തേക്ക് തുരത്തണം എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.